നമസ്കാരം. മണിപ്പേച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. രാവിലെയൊക്കെ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് 45 പോയിന്റ് പ്ലസ് ആണ്. ആസ് യൂഷ്വൽ ബാങ്ക് നിഫ്റ്റി തൂക്കി തന്നെ ഈ 40 പോയിന്റ് പ്ലസ് ആയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 270 പോയിന്റ് പ്ലസിലാണ് ഇരിക്കുന്നു. ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ന്യൂസ് ജപ്പാനെ കുറിച്ച് നോക്കാം. ജപ്പാനിൽ വന്നിട്ട് GDP നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അതേസമയം വില ഒക്കെ പെട്ടെന്ന് കയറുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കയറണം. ബോണ്ട് റേറ്റ് 30 ഇയർ ബോണ്ട് 3.48 വരയ്ക്കും പോയിരിക്കുന്നു. 30 ഇയർ ബോണ്ട് 1.07 ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് സേഫായിട്ട്. ഇത് കാരണം ലോകത്തിന് എന്താണ് പ്രോബ്ലം എന്ന് നോക്കിയാൽ 30 വർഷമായിട്ട് ജപ്പാനിൽ 0% ആണ് കടം വാങ്ങി അവർ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ബഫറ്റ് പോലും 0% ലോൺ വാങ്ങി തന്നെ അവർ 10 വർഷത്തിന് കമ്മിറ്റഡ് ലോൺ വാങ്ങി. അങ്ങനെ വാങ്ങി തന്നെ ഈ വലിയ വലിയ ജപ്പാൻ കമ്പനിയിലൊക്കെ സ്റ്റേക്ക് വാങ്ങിയത്. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലേഷൻ കയറുന്ന സമയം $110 മില്യൺ സ്റ്റിമുലസ് തരാമെന്ന് ആ മേയർ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പുതിയ അയൺ ലേഡി. ഇത് കാരണം ഇനിയും സാധനങ്ങളുടെ വിലയൊക്കെ കയറും, ഇൻട്രസ്റ്റ് റേറ്റ് കയറും. അപ്പോൾ ട്രഷറിയെ വിൽക്കും. ഇത് കാരണം അമേരിക്കയ്ക്കും മറ്റ് നാടുകളിലും പ്രഷർ കൂടും. ഇതാണ് ആദ്യത്തെ ഇൻ്റർനാഷണൽ ന്യൂസ്. രണ്ടാമത് വലിയ ഇൻ്റർനാഷണൽ ന്യൂസ്, ഇന്നലെ ക്ലോസിംഗ് സമയം NVIDIA താഴെ ഇറങ്ങി. എന്താണ് ഇത് ഇറങ്ങുന്നു എന്ന് തിരികെ നോക്കിയെങ്കിൽ NVIDIAക്ക് ഒരു ഗൂഗിളിൽ ഇട്ടു. നമുക്കൊക്കെ അറിയാം, ആ ഗൂഗിൾ വന്നിട്ട് ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുന്നു. ഗൂഗിൾ വന്നിട്ട് TP എന്ന് പറഞ്ഞ ഒരു ചിപ്സ് ഡിസൈൻ ചെയ്യുന്നു. ഒരു ഗ്രാഫിക് യൂസർ പ്രോസസ്സസ് പോലെ ഇവർ TPU ചെയ്യുന്നു. ഈ TPU പ്രോസസ്സറിന് ഇവർ ആദ്യം ഗൂഗിൾ ക്ലൗഡിന് യൂസ് ചെയ്തായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആന്ത്രപ്പിക്ക് കൊടുത്തായിരുന്നു. NVIDIA തന്നെ ചിപ്സിൽ ഡോമിനന്റ് പ്ലെയർ ആയിട്ട് ഇരുന്നത്. NVIDIA ചിപ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഗൂഗിൾ വന്നിട്ട് അവരെ AIക്കും അവരെ ക്ലൗഡിന് മാത്രം തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവരെ ആന്ത്രപ്പി എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം കൊടുക്കുമായിരുന്നു. ആന്ത്രപ്പിക്ക് കൊടുത്തോണ്ടിരുന്ന സമയം തന്നെ ആ സൈഡ് ജമ്പ് ചെയ്ത് ഇപ്പം വേറെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ എടുത്തിരുന്ന് ചിപ്പ് വാങ്ങാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആന്ത്രപ്പി ആൻഡ് മെറ്റ ഒക്കെ വാങ്ങുന്നത് എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് കയ്യിലിരുന്ന് താഷിനൊക്കെ കൊടുത്ത് വാങ്ങിയോണ്ട് ഇപ്പോൾ ബോണ്ട് കടലിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗൂഗിൾ എടുത്ത് ഒരുപാട് കാശ് ഇരിക്കുന്നുവെന്ന് അത് കാരണം അവർ കൊടുക്കുന്നു. ഗൂഗിൾ ചിപ്സ് ചെയ്യാൻ തുടങ്ങിയതിൽ എന്താ എന്ന് വെച്ചാൽ നമ്മളെ NVIDIA മനാപ്പലിയുടെ ഗതി എന്താകും എന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ മാർക്കറ്റ് താഴെ ഇറങ്ങിയത്. ഞാൻ പലവട്ടം പറയും, ഈ ഗൂഗിൾ വന്നിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലെയർ ആണ്. അതായത് അവർ എല്ലാ കാര്യങ്ങളെയും ചുമ്മാ കൊടുത്ത് തന്നെ അവർ വ്യാപാരം ചെയ്യും. ആൻഡ്രോയിഡ് ഫ്രീ, എത് ചോദിച്ചാലും ഫ്രീ എന്ന് പറഞ്ഞ് വ്യാപാരം ചെയ്ത ഗൂഗിളാണ്. അവർക്ക് ടേൺ ഓവർ $300 ബില്യൺ മുകളിൽ ഇരിക്കുന്നു. കാശിന് ഏതൊരു കുറയുമില്ല. ആദ്യം കമേഴ്ഷ്യലൈസ് ചെയ്ത് പാക്കറ്റിൽ കാശ് എടുക്കാമെന്ന ഒരു തീരുമാനത്തിലാണ് അവർ വന്നത്. ഇത് കാരണം തന്നെ സാം ആൽസ്മൻസ് പറഞ്ഞായിരുന്നു, ഗൂഗിൾ തന്നെ നമുക്ക് വലിയ ത്രെട്ട് ഈ വർഷം എന്ന് പറഞ്ഞായിരുന്നു. ഈ രണ്ട് വലിയ ഡെവലപ്മെന്റ് നിങ്ങൾ മാർക്കറ്റിൽ നോക്കണം. ഇതിനെ വെച്ച് തന്നെ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു. NVIDIA പഞ്ചർ ചെയ്ത ഗൂഗിള് S&P 500 ഇറങ്ങും. പക്ഷെ ഇന്നലെ S&P 500 നന്നാ പോയി. RBI ഇന്നലെ ഒരേടിയായിട്ട് ഡോളറാ വിറ്റു. 88 വരയ്ക്കും കൊണ്ടുപോയി. കുറച്ച് റിലാക്സ് ആയതും 89-20 പോയായിരുന്നു. ഇത് കാരണം ജോഗിങ്ങിലേ ഇരിക്കണം. അവർ റിലാക്സ് ചെയ്യരുത്. അതിൻ്റെ ശേഷം ഇന്ന് എന്തൊക്കെയാണ് ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ അൽവാസിയാകുന്ന ആള് കർണാടക ബാങ്കിനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ 217 രൂപയ്ക്കാണ് കർണാടക ബാങ്ക് പോയിരിക്കുന്നു. ഇന്നും 0.62 ടൈംസ് ബുക്കാണ്. മുമ്പേ കൺസിഡർ ചെയ്ത കാരണം ഇപ്പം നമുക്ക് ചുമ്മാ നോക്കിയാൽ മാത്രം മതി. അടുത്തത് RBIയും എവറേജ് NBDയും കൂടി സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ശേഷം എങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് നോക്കാം എന്നൊക്കെ അവർ സംസാരിച്ചിരിക്കുന്നു. അവിടെ ഓവർ നോട്ട് ഡിസ്കിന്ന് 12% ക്രാഷ് ആയിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ഈ ഓസോൺ ബ്രേക്ക് വന്നാൽ ആൽസൈമേഴ്സിനെ ട്രീറ്റ് ചെയ്യും എന്നൊരു ന്യൂസ് പരപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ്റെ ശേഷം ഇതൊക്കെ അൽസൈമർ ട്രീറ്റ് ചെയ്യത്തില്ല, വെയിറ്റ് ലോസ് മാത്രം തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാരണം മാർക്കറ്റിൽ ഒരു ലോസ് അതിന് വന്നായിരുന്നു. വേറെ ഒരു ജീൻ തെറാപ്പി കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ. എന്നിട്ട് ജീൻ തെറാപ്പി വളരെ കോസ്റ്റ്ലി തെറാപ്പിയാണ്. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. $2.5 മില്യൺ ചെയ്ത് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ പോകുന്നതായിട്ട് പറയുന്നു. ഈ വിപ്രോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു VC ഫുഡ് വെച്ചിരിക്കുന്നു. അതായത് വിപ്രോ വെച്ചെന്ന് ഇതിൽ അവർ തന്നെ ഫണ്ടിനെ ഇട്ട് നല്ല കൺസ്യൂമർ കമ്പനി കിട്ടുവാണെങ്കിൽ അവർ പിടിച്ചെടുക്കും.
ഇത് വിപ്രോ കൺസ്യൂമറിന്റെ ഫണ്ടാണ്. ഈ വർഷം സീരീസ് 1 ഫണ്ട് 250 ക്ലോസ് ചെയ്തുകൊണ്ട് സീരീസ് 2 ഫണ്ടിന് തുടങ്ങിയിരിക്കുന്നു. മിക്കറിഞ്ഞ് ഇനി ഒരു 250 ഇറക്കുന്നു. ഇതിൽ വന്നിട്ട് പാക്കേജ് ഫുഡായിട്ട് നോക്കി ചെയ്യണം. എന്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് പാക്കേജ് ഫുഡ് സൂപ്പറായിട്ട് ഇരിക്കുന്നു. ഇതിന് അടുത്തത് സ്വിഗ്ഗിയുടെ റിസൾട്ട് വന്നായിരുന്നു. ഇത് ഡൗണിൽ തന്നെ പോയിരിക്കുന്നു. 110% ലോസ് കയറിയിരിക്കുന്നു. അത് IPO പ്രൈസിന്റെ താഴെ പോയിരിക്കുന്നു. ഇപ്പോൾ ഇന്നും പഴയ താഴെ ലെവലിൽ അത് പോകണം. കാശിട്ടവരൊക്കെ തലയിൽ തുണ്ട് കെട്ടേണ്ട സമയം വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ എത്രയും വന്നിരിക്കുന്നുവെന്ന് 12 ക്വാർട്ടറിൻ്റെ ഈ വരലാറ് കാണാതെ അത്രയ്ക്കും ലോ ആയിട്ടുണ്ട്. വരലാറ് കാണാത്തത് എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ വരലാറ് കാണാതെ ഒരു ലോ ആണ്. ഇതിൻ്റെ ശേഷം ഡിസംബർ മാസം IPO ഇട്ട് 8 ഇഷ്യൂസ് ഇടാൻ പോണ പോലെ 30,000 കോടിയാണ് വസൂൽ. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ബ്ലൂംബർഗിൽ ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു. ഈ വെള്ളക്കാരർക്ക് ഒരേ ഖുഷിയിലിരിക്കുന്നു. അതായത് 10 രൂപയ്ക്കുള്ള സാധനത്തിന് 100 രൂപയ്ക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ സാധനം 10 രൂപ, ഇന്ത്യയിലിരിക്കുന്നതിന് മാത്രം നമ്മൾ ഇറക്കി വിട്ടുവെങ്കിൽ 100 രൂപയ്ക്ക് അതിനെ വാങ്ങുന്നു എന്ന് അറിഞ്ഞ ഉടനെ അവിടെ ഇവിടെ നിന്ന് നോക്കി ഇഷ്യൂ ഇട്ട് കാശിനെ എടുത്തുകൊണ്ട് പോകുന്നു. വേർപൂൾ തുടങ്ങി, ഹുണ്ടായി പിന്നെ അതിന് ചെയ്തു, LGയും ചെയ്തു. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ പല കമ്പനികൾ ഇതിനെ ചെയ്തു. ഇനി ചെയ്യാമെന്നോ ഐഡിയയും ചെയ്തിട്ടുണ്ട്. പറയുന്ന സിംഗപ്പൂർ കമ്പനി അടുത്ത് ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ MTR ഫുഡ്സ് കമ്പനി പോലെ ചെറിയ ചെറിയ കമ്പനികൾ കൂടെ ഇവിടെ ഇട്ട് അതിനെ വിറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇന്നലെ തൂക്കിയതുപോലെ തൂക്കി ലാസ്റ്റ് നിമിഷത്തിൽ പാറാങ്കൽ ഇട്ടതുപോലെ സെബി ആൻഡ് സെൻസെക്സ് എക്സ്റ്റൻസ് ലോസസ് എന്ന് പറയുന്നു. ഈ ലോസിനൊക്കെ വിട് ഈ BSE 500 BSE 500 എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അത് എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് 500 കമ്പനി നോക്കുന്നതില്ല. ഒരു 120 കമ്പനി വന്നിട്ട് 20 to 60% ലോസിലാണ് ഇരിക്കുന്നു. സെൻസെക്സ് ഇത്രയും ദൂരം പോയി, നിഫ്റ്റി ഇത്രയും ദൂരം പോയി എന്നതുപോലെ നമ്മളെ GDP ഫിഗർ പോലെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് മാർക്കറ്റിൽ മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ നിഫ്റ്റിയും സെൻസെക്സും മാർക്കറ്റിൽ 2% ഹൈലിരിക്കുന്നു. ഒരുപാട് ദിവസം കൊണ്ട് അതിലിരിക്കുന്നു, വളരെ സേഫായിട്ടും ഇരിക്കുന്നു. പക്ഷേ 120 സ്റ്റോക്ക് സെൻസെക്സ് 500ൽ 20 to 60% എന്താണ് ഫ്ലോപ്പിലിരിക്കുന്നു? ഇത് തന്നെ ബെയർ മാർക്കറ്റാ എന്നാണ് ചോദിക്കുന്നത്. ഈ മാർക്കറ്റിൽ എന്തെന്ന് വെച്ചാൽ സ്റ്റോക്ക് കിങ് ആയിട്ട് മുകളിലിരിക്കുന്നു, നിഫ്റ്റി മുകളിലിരിക്കുന്നു, മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒക്കെ കിടപ്പിലാണ്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. നോട്ടീസ് എന്ത് ചെയ്യുന്നു? ചില ഡിസീസിലൊക്കെ ജീൻ തെറാപ്പി പറയുന്നു. ഇതിനെ വന്നിട്ട് USFD വന്നിട്ട് ഓക്കെ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. ഈ ഗോൾഡ് ലോൺ ബിസിനസ്സിലാണ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. നമ്മൾ ഒരുപാട് ദിവസത്തിന് മുമ്പ് പറഞ്ഞു, നമ്മൾ അതിനെ വാങ്ങിയും ഇരുന്നു. ഇന്ന് ക്യൂവിൽ നിന്ന് ഞങ്ങൾ വാങ്ങി, നിങ്ങൾ വാങ്ങുന്നു, ഞങ്ങൾ റെഡി, നിങ്ങൾ റെഡിയാ എന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ 3000 ബ്രാഞ്ച് തുടങ്ങണം എന്ന് യൂഷ്വൽ സസ്പെക്ട്സ് ഒക്കെ പറയുന്നു. 3000 ബ്രാഞ്ച് തുറന്നാൽ മാത്രം തന്നെ ഇന്ത്യയിലുള്ള ഗോൾഡ് ഡിമാൻഡ് സാറ്റിസ്ഫൈ ആകുമെന്നാണ് പറയുന്നു. തമിഴ്നാട്ടിൽ മാത്രം 6850 ടൺ ഗോൾഡ് ഇരിക്കുന്നതായിട്ട് ന്യൂസുകൾ പറയുന്നു. അത് വന്നിട്ട് അമേരിക്കൻ റിസോഴ്സിന് ഈക്വലായിട്ടും കൂടുതലായിട്ടും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയിൽ എത്ര ഇരിക്കുന്നു, നമ്മുടെ സ്ഥലത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുമ്പോൾ തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. നിയർലി 6000 ടൺ ഇരിക്കുന്നു തമിഴ്നാട്ടിൽ. അതുപോലെ ഈക്വലായിട്ട് കേരളത്തിലും ഇരിക്കാം. ഡോക്ടർ റെഡ്ഡിക്ക് ഒരു പുതിയ മരുന്നിന്, ഒരു മോളിക്യൂളിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഈ FDIs ഒക്കെ ഇന്നലെ IT സ്റ്റോക്കിനൊക്കെ വാങ്ങുന്നത് പോലെ വാങ്ങി. അവസാനം തലയിൽ ഡോക്ടറിന് കല്ലിന് എണ്ണ പോലെ ഇട്ടായിരുന്നു. അതിൻ്റെ ശേഷം സ്റ്റോക്കൊക്കെ തിരികെ ഇറങ്ങിയായിരുന്നു. റുപ്പി കുറച്ച് താഴെ വീണ കാരണം സന്തോഷമായിട്ട് കയറ്റിയിരിക്കും. പക്ഷേ RBI കാശ് ബോണ്ട് കേട്ട് കാശിന് ഉരുട്ടുന്നു എന്നപ്പോൾ തിരികെ കല്ലിന് എടുത്തിട്ടിരിക്കും. എല്ലാ വലിയ ബാങ്കിനും ട്രേഡ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ 80 to 85 ഇരിക്കുന്നു എന്നാണ് പറയുന്നു. അത് ഹയർ എൻഡ് ഓഫ് ദി ബാൻഡാണ്. 70 to 80 ഇരുന്നെങ്കിൽ ഹൈയിലായിരിക്കും. ഇത് കാരണം ബാങ്ക് മറ്റവർക്ക് കടം കൊടുക്കുന്ന പൊസിഷനിലില്ല മോസ്റ്റ് ഓഫ് ദി ബാങ്ക്സ്. പുതിയ ഡെപ്പോസിറ്റിന് അവർ റിലീസ് ചെയ്യണം ആണ് അവർ വിഷമിക്കുന്നു. ഫീൽ ചെയ്യണത് ഈസിയാണ്, പക്ഷേ ആരാണ് അതിനെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. ആരാണ് ബാങ്കിനെ വിശ്വസിച്ച് ബോണ്ട് ഇടാൻ പോകുന്നു? 2 ദിവസം കൊണ്ട് IP സ്റ്റോക്കിൽ ഒരേ ഡിമാൻഡ് ഇരിക്കുന്നു പറഞ്ഞ് കയറ്റിയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് FBI താള ഇട്ടിരിക്കുന്നു. പേഷനിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഫോറിനേഴ്സ് അകത്തിരുന്ന് കാശിന് എടുത്തുകൊണ്ട് വെളിയിൽ ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നു. രൂപ പ്രഷറിൽ തന്നെ ഇരിക്കും, അതിൽ ഏതൊരു സംശയവും നമുക്ക് വേണ്ട. ഇത് കാരണം നമ്മൾ എല്ലാവരുടെ പോർട്ട്ഫോളിയോയും മാർക്കറ്റിൽ
സെൻഷ്യസ് ഹൈയിൽ ഇരുന്നാലും അവരുടെ പോർട്ട്ഫോളിയോ 18-20% കുറവായിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നു. നമ്മളെ പോർട്ട്ഫോളിയോ അങ്ങനെ ഇല്ല, പോസിറ്റീവായി തന്നെ ഇരിക്കുന്നു. ഇതുപോലെ വളരെ കെയർഫുള്ളാ അപ്പപ്പോൾ പോയിന്റഡ് ആയിട്ട് നിങ്ങൾ പൊസിഷൻ എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റോട്ട് കൊണ്ടുപോകാം. നന്ദി, നമസ്കാരം.